സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. അതെ, നവഭാരതത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ജീവിത വീഥിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ദ ലൈഫ് സ്റ്റോറി ഓഫ് APJ അബ്ദുൽ കലാം. ഒക്ടോബർ 13 ജൈനുലബ്ദീൻ്റെയും ആഷിയമ്മയുടെയും ഇളയ മകനായി തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം ഓർത്തഡോക്സ് കുടുംബത്തിലാണ് അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന ഇന്ത്യയുടെ മിസൈൽ മാൻ ജനിച്ചത്. രാമനാഥപുരത്തെ ഷെവാർഡ് സ്കൂളിലായിരുന്നു കലാമിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. വിദ്യാഭ്യാസകാലത്ത് അബ്ദുൽ കലാം ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. മാത്സ് ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം കലാം തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു. 1954 കലാം ഫിസിക്സ് ബിരുദം കരസ്ഥമാക്കി. 1955 മദ്രാസിലെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേർന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠനം ആരംഭിച്ചു. പഠനത്തിൻ്റെ 2ാം വർഷത്തിൽ ഏതെങ്കിലും ഒരു വിഷയം സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കേണ്ടിയിരുന്നു. എയറോനോട്ടിക്സ് എന്ന വിഷയമാണ് തൻ്റെ സ്പെഷ്യലൈസ് സബ്ജക്റ്റായി കലാം തിരഞ്ഞെടുത്തത്. 1958 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ട്രെയിനിയായി ചേർന്നു. ആകാശങ്ങളിൽ പറക്കുക എന്ന തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വ്യോമസേനയുടെ പൈലറ്റ് പരീക്ഷയിൽ പങ്കെടുത്തെങ്കിലും മൊത്തം 8 ഒഴിവുള്ള ഇൻ്റർവ്യൂവിൽ 9ാം സ്ഥാനത്തെത്താനേ കലാമിന് കഴിഞ്ഞുള്ളൂ. ഈ പരാജയം അദ്ദേഹത്തെ ഒരുപാട് നിരാശനാക്കി. 1960 ബിരുദം നേടിയ ശേഷം കലാം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലിക്ക് ചേർന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി ഒരു സൂപ്പർസോണിക് ടാർഗറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കലാമിൻ്റെ ആദ്യ ദൗത്യം. അതിനുശേഷം നന്ദി മിഷൻ എന്ന പേരിൽ ജലത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാവുന്ന ഹോവർക്രാഫ്റ്റിൻ്റെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു കലാമിനെ ഏൽപ്പിച്ച അടുത്ത ദൗത്യം. ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്ത് മിഷൻ നന്ദി അദ്ദേഹം പൂർത്തിയാക്കി. സാങ്കേതികമായി നന്ദി വിജയിച്ചെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ പദ്ധതി നിർത്തിവെച്ചത് അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഡയറക്ടർ പ്രൊഫസർ MGK മേനോൻ ആ ഇടയ്ക്കാണ് HALലെത്തിയത്. മേനോനാണ് കലാമിലെ റോക്കറ്റ് എഞ്ചിനീയറെ കണ്ടെത്തിയത്. തുടർന്ന് കലാമിൻ്റെ പ്രതിഭ കണ്ടറിഞ്ഞ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായ് താൻ നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ ചേരുവാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ റോക്കറ്റ് എഞ്ചിനീയറായി 1961 ഡോക്ടർ APJ അബ്ദുൽ കലാം ജോലിയിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം തുമ്പയിൽ അബ്ദുൽ കലാമിന് എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടിയിരുന്നു. തിരുവനന്തപുരത്തെ തുമ്പ മേരി മഗ്ദലിൻ പള്ളിയിലെ പ്രാർത്ഥനാ മുറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ലാബോറട്ടറി. ഡിസൈൻ ആൻഡ് ഡ്രോയിങ് റൂം ബിഷപ്പിൻ്റെ മുറിയായിരുന്നു. ജോലിയിൽ ഏതാണ്ട് 1 വർഷം പിന്നിട്ട സന്ദർഭത്തിൽ അക്കാലത്ത് TERLSൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ HGS മൂർത്തിക്ക് തമിഴിലുള്ള ഒരു കത്ത് ലഭിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പിതാവ് ജൈനുലബ്ദീൻ മരക്കാരുടേതായിരുന്നു കത്ത്. തൻ്റെ മകൻ അബ്ദുൽ കലാം അവിടെ ജോലിയിൽ പ്രവേശിച്ചതായി അറിയാമെങ്കിലും ഏതാണ്ട് 1 വർഷമായി മകനെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്നും അവൻ താങ്കളുടെ ഒപ്പം ജോലിയിലുണ്ടോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ളതായിരുന്നു കത്ത്. ഉടൻ തന്നെ ഡോക്ടർ മൂർത്തി കലാമിനെ വിളിച്ച് പിതാവിൻ്റെ കത്ത് കൈമാറി. അപ്പോഴാണ് ജോലിയിൽ പ്രവേശിച്ച വിവരമറിയിച്ച ശേഷം താൻ വീട്ടിലേക്കൊരു കത്ത് പോലും അയച്ചിട്ടില്ലെന്ന കാര്യം കലാം പോലും ഓർക്കുന്നത്. നൂതനമായ റോക്കറ്റ് സാങ്കേതികവിദ്യ സ്വായത്തമാക്കാനുള്ള കഠിന ശ്രമത്തിൽ വിവാഹം കഴിക്കാൻ പോലും മറന്ന ഇദ്ദേഹത്തിൻ്റെ സമർപ്പിത മനസ്സിനെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ സംഭവം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ആദ്യ റോക്കറ്റായ നൈക്ക് അപ്പാച്ചി 1963 നവംബർ 1 തുമ്പയിൽ നിന്നും ആകാശത്തിലേക്ക് കുതിച്ചു. 1969 കലാം ISROയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുക്കാനുള്ള സംഘത്തിൻ്റെ തലവനായി നിയമിതനായി. 12 വർഷം കൊണ്ട് വികസിപ്പിച്ച SLV-3 എന്ന 23 മീറ്റർ നീളവും 17 ടൺ ഭാരവുമുള്ള വിക്ഷേപണ വാഹനം 1979 ഓഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചെങ്കിലും 317 സെക്കൻഡുകൾക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണു. പിന്നീട് 1980 ജൂലൈ 17 നടന്ന SLV-3ൻ്റെ അടുത്ത പരീക്ഷണ പറക്കലിൽ രോഹിണി എന്ന കൃത്രിമോപഗ്രഹത്തെ അദ്ദേഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു.
SLV-3യുടെ വിജയം ആഗോള പ്രശസ്തനാക്കിയ കലാമിനെ 1982 ഹൈദരാബാദ് DRDO തലവനായി തെരഞ്ഞെടുത്തു. ഇക്കാലയളവിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഇന്ത്യക്ക് വേണ്ടി ഒരു ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുക എന്ന ദൗത്യം കലാമിന് വന്നു ചേർന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയില്ലെങ്കിലും ഇന്ദിരാഗാന്ധി തൻ്റെ ഭരണഘടനാനുസൃതമായ അധികാരം ഉപയോഗിച്ച് ഈ പദ്ധതിക്ക് പണം അനുവദിക്കുകയായിരുന്നു. പദ്ധതിയുടെ കീഴിൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി മിസൈലുകൾ നിർമ്മിക്കുകയുണ്ടായി. അഗ്നി എന്നു പേരിട്ട മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ, പൃഥ്വി എന്ന് നാമകരണം ചെയ്ത സർഫസ് ടു സർഫസ് മിസൈൽ എന്നിവ ഈ പദ്ധതിയിലൂടെ പിറവിയെടുത്ത ചില ആയുധങ്ങളാണ്. ഏറ്റെടുത്ത ജോലികളിലെ വിജയവും അർപ്പണ മനോഭാവവും നേതൃപാഠവും എല്ലാം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ്, പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി എന്നീ പദവികളിൽ നിയമിതനാക്കി. ഓപ്പറേഷൻ ശക്തി എന്ന് വിളിക്കപ്പെട്ട ഇന്ത്യയുടെ രണ്ടാം അണ്വായുധ പരീക്ഷണത്തിൽ കലാം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ പദ്ധതിയുടെ പരീക്ഷണ സമയത്ത് കലാമിന് ചീഫ് പ്രൊജക്ടർ കോഓർഡിനേറ്റർ എന്ന ചുമതല കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ രണ്ടാം അണ്വായുധ പരീക്ഷണം നടന്നത് കലാമിൻ്റെയും അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ R. ചിദംബരത്തിൻ്റെയും മേൽനോട്ടത്തിലായിരുന്നു. 2002 ജൂലൈ 25 ഭരണകക്ഷിയുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും പിന്തുണയോടെ കലാം ഭാരതത്തിൻ്റെ 11ാമത് രാഷ്ട്രപതിയായി. ശാസ്ത്രജ്ഞനായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്നതിനു പുറമെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ഏക അവിവാഹിതൻ എന്ന പദവിയും കലാമിന് സ്വന്തമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയും അദ്ദേഹമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. 30ഓളം സർവകലാശാലയിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചിരുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വെച്ച് കലാം അന്തരിച്ചു. ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വെച്ച് വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തിൻ്റെ പേരിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് മൃതദേഹം ആദ്യം ഡൽഹിയിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ജന്മനാടായ രാമേശ്വരത്തെത്തിച്ചു. അവിടെയുള്ള പൈക്കുറുമ്പ് ശ്മശാനത്തിൽ വെച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിച്ചു. അബ്ദുൽ കലാമിനെ കബറടക്കം നടത്തിയ മധുര രാമേശ്വരം ദേശീയപാതയിൽ തങ്കച്ചിമഠം പഞ്ചായത്തിലെ പേക്കരിമ്പിലെ 1.5 ഏക്കർ ഭൂമിയിൽ സ്മാരകം കുടികൊള്ളുന്നു. കലാം ജനിച്ച വീട് രാമേശ്വരത്തെ മോസ്ക് സ്ട്രീറ്റിൽ ഇന്നും കാണാവുന്നതാണ്. ഭാരതത്തിൻ്റെ അമൂല്യ പ്രതിഭയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.